ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. 1 ദിനവൃത്താന്തം 28-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യഹോവയായ ദൈവം, എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെ ഉണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദാവീദിന്റെ നിര്യാണകാലം അടുത്തപ്പോൾ ആലയം പണിയെക്കുറിച്ചുള്ള ശുഷ്കാന്തി താൻ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ശലോമോനെ രാജ്യഭാരം ഏൽപ്പിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആലയത്തിന്റെ പണികളെ ചെയ്യുവാനായി താൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ആലയം പണിയുവാനായി ദാവീദ് ഒരുപാട് ആഗ്രഹിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിനുവേണ്ടി ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കഷ്ടതയിൽ യഹോവയുടെ ആലയത്തിനു വേണ്ടി, ആലയം പണിയുന്നതിനു വേണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച്, അല്ലെങ്കിൽ ആലയം പണിയുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന മെറ്റീരിയൽസ് ദാവീദ് പറയുന്നുണ്ട്. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ കഷ്ടസമയത്ത് ഞാൻ ആലയത്തിന് വേണ്ടി. അപ്പോൾ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കത്തുന്ന ഒരു ആഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ ആലയം പണിയുന്നത്. നാഥാനോട് താൻ പറയുന്നുണ്ട്, ഞാൻ ദേവദാരു കൊണ്ടുള്ള ഭവനത്തിൽ പാർക്കുന്നു, യഹോവയുടെ പെട്ടകം ഇപ്പോഴും കൂടാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആലയം പണിയുവാനുള്ള ദാവീദിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നത് ശലോമോനാണ്. ദാവീദിനോട് കർത്താവ് പറഞ്ഞു, നീ ധാരാളം രക്തം ചിന്തിയിട്ടുണ്ട്, രക്തപാതകം ഒരുപാട് നിന്റെ കരങ്ങളിലുണ്ട്, അതുകൊണ്ട് നീ എനിക്കൊരു ആലയം പണിയണം, നിന്റെ മകനായ ശലോമോൻ അത് ചെയ്തു കൊള്ളും എന്ന് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളിച്ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിന്റെ കഷ്ടസമയങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവൻ യഹോവയുടെ ആലയം പണിയുന്നതിന് വേണ്ടി സാധന സാമഗ്രികൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. അനവധി വെള്ളിയും പൊന്നും ദേവദാരുവും ആലയത്തിന് വേണ്ടി തന്റെ കഷ്ടസമയത്ത്, എന്ന് പറഞ്ഞാൽ താൻ രാജ്യത്വം തനിക്ക് ദൈവം കൊടുത്തുവെങ്കിലും അഭിഷേകം ചെയ്തുവെങ്കിലും രാജ്യത്വം തനിക്ക് ലഭിക്കാതെ താൻ ഇങ്ങനെ താൻ വേട്ടയാടപ്പെടുന്ന ഒരു മൃഗത്തെ പോലെ ശവലിനാൽ ഇങ്ങനെ വേട്ടയാടി കഴിഞ്ഞ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി അതാണ് ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത്രമാത്രം ദൈവത്തെ ആഴത്തിൽ സ്നേഹിച്ച ഒരു ദൈവഭക്തൻ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പൈതലേ, ആവശ്യത്തും ദൈവത്തോടുള്ള നിന്റെ സ്നേഹം എങ്ങനെ ഉണ്ട് എന്ന് ഒന്ന് ചോദന എന്ന ആവശ്യമായിരിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയും? ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം അതേപോലെ തന്നെ ദൈവത്തോടും പ്രകടിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ദൈവമാണ്, ദൈവത്തിന്റെ സ്നേഹം അത് അതുല്യമാണ്. അതേപോലെ തിരികെ സ്നേഹം കൊടുക്കുവാൻ മനുഷ്യനായിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ കഴിയാതെ ഇരിക്കുമ്പോൾ, പക്ഷേ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. നിശ്ചയമായും നാം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഓരോ ദിവസവും ഈ മരുഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ. ദാവീദ് മരണസമയം അടുത്തപ്പോൾ ശലോമോനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവാലയത്തെക്കുറിച്ച് എങ്ങനെ അത് പണിയണം, എങ്ങനെയാണ് പ്ലാനുകൾ ലഭിച്ചിരിക്കുന്നത്, മോശയ്ക്ക് ലഭിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ആലയം പണിയണമെന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പോൾ മോശയ്ക്ക് മരുഭൂമിയിൽ കൊടുത്തിരിക്കുന്ന പ്ലാൻ തന്റെ മനസ്സിനകത്ത് താൻ ശരിക്കും പതിപ്പിച്ചിട്ട് അതനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ, കല്ല് വേണ്ടെടുത്ത് കല്ല് ഇവിടെ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ദേവദാരു ഇവിടെ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ
താമ്രം എവിടെ നിന്ന് എടുക്കണം, സ്വർണങ്ങൾ, തങ്കം എങ്ങനെ അതിൽ ഓരോ ഓരോ ഉപകരണത്തിൽ പതിപ്പിക്കേണ്ട രത്നങ്ങൾ, ഇതെല്ലാം ദാവീദ് ഇങ്ങനെ 600 ആളുകളുമായി മരുഭൂമിയിൽ മേൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന സമയത്ത് പോലും ഇങ്ങനെ ദാവീദ് ഓരോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആലയത്തിന്, ഇത് ആലയത്തിന് വേണ്ടി, ഇത് ആലയത്തിന് വേണ്ടി, ഇത് ആലയത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അത് കൂട്ടി വെച്ചിട്ടാണ് അവസാനം ശലോമോനോട് പറയുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവാലയത്തിന് വേണ്ടി സമ്പാദിച്ചത് സൂക്ഷിച്ചതെല്ലാം ഇന്ന രീതിയിലുള്ള കണക്കുകളാണ്. അതുകൊണ്ട് നീ ബലപ്പെട്ട് ധൈര്യം പൂണ്ട് യഹോവയുടെ ആലയം പണിയണം. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവൻ അതായിരുന്നു. പക്ഷെ ഞാനത് പണിയുന്നതിൽ നിന്ന് ദൈവം എന്നെ വിലക്ക്. പക്ഷേ നിശ്ചയമായും നീ അത് പണിയണം, നീ ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക. അവൻ യഹോവയുടെ ആലയത്തിന്റെ ഈ പ്രവൃത്തി നീ ചെയ്യും വരെ അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദാവീദ് പരിശുദ്ധാത്മാവിൽ ശലോമോനോട്. ഈ ഒരു വാക്യം പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ശലോമോന്റെ ജീവിതം അവസാന നാളുകളിൽ വല്ലാത്ത രീതിയിൽ, അപ്പൊ ദാവീദ് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ് പറയുന്നത്. അത് ദാവീദ് പോലും അറിയാതെയാണ്. ശലോമോന്റെ ഭാവി ജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് ദാവീദിന് അറിയുകയില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയുടെ ആലയത്തിന്റെ ശുശ്രൂഷ നീ പൂർത്തീകരിക്കും വരെ ദൈവം നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിന്റെ അർത്ഥം അതിനുശേഷം അങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അവിടെ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അത് കേട്ട ശലോമോനോ അല്ലെങ്കിൽ അത് പറഞ്ഞ ദാവീദിനോ അതിന്റെ കാര്യം വ്യക്തമായില്ല എങ്കിലും പിന്നത്തേതിൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരു ദൈവവൈതലിന് അത് മനസ്സിലായി. ശലോമോൻ ദൈവസന്നിധിയിൽ നന്യപ്പെട്ടു പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പൈതലിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തനായി ഒരു ഭക്തയായി സ്തോത്രം. മറ്റുള്ളവർ അറിയാതെ മറ്റുള്ളവരെ കാണിക്കുവാനല്ല സ്തോത്രം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹം പ്രകടമാക്കി യാത്രയിൽ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, കർത്താവിന്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.